ഹലോ നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പെൽട്ടൺ വീലിൻ്റെ വെലോസിറ്റി ട്രയാങ്കിളും ജെറ്റ് വെയിനിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വർക്ക് ഡണ്ണും എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ ഫോഴ്സ് എക്സൈറ്റർ കണ്ടു. ഇനി എന്താണ്, ഒരു വസ്തു ചലിക്കുന്ന സമയത്ത് അതിന് എന്തുണ്ടാവും, ഒരു എനർജി ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ അതൊരു വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മളെങ്ങനെയാണ് വർക്ക് ഡൺ എഴുതുക? വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ എക്സ് ഡയറക്ഷൻ. നമ്മളിവിടെ എക്സ് ഡയറക്ഷനിൽ ഫോഴ്സാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എഫ് എക്സ് ഇൻറ്റു നമ്മൾ യു എന്നാണ് എഴുതുന്നത്. കാരണം എന്താ, വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ് അല്ലേ. സാധാരണ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ പെർ സെക്കൻഡ് വരുമ്പോൾ ഡിസ്റ്റൻസ് പെർ സെക്കൻഡ് എന്താവും, വെലോസിറ്റി ആവും. സോ എഫ് എക്സ് ഇൻറ്റു യു എന്നാണ് വർക്ക് ഡൺ നമ്മൾ എഴുതുന്നത്. ഓക്കെ, ദെൻ എഫ് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്താണ്, റോ എ വി വൺ ഇൻറ്റു VW1 പ്ലസ് VW2 then എന്ത് വരും, ഇൻറ്റു യു എന്ന് വരും. ഓക്കെ, ഇതാണ് വർക്ക് ഡൺ പെർ സെക്കൻഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി പവർ ആവുന്ന സമയത്ത് പവർ ഗിവൺ ബൈ വാട്ടർ ടു റണ്ണർ അല്ലേ. റണ്ണറിനാണ് ഇവിടെ വാട്ടർ എന്ത് കൊടുക്കുന്നത്, പവർ കൊടുക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുക, ഈ വാല്യൂവിനെ 1000 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. സോ നമുക്ക് എങ്ങനെ എടുക്കാം, റോ എ വി വൺ ഇൻറ്റു VW1 പ്ലസ് VW2 ഡിവൈഡഡ് ബൈ 1000. ഈ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, കിലോ വാട്ടിലായിരിക്കും. സോ എങ്ങനെയാണ് നമ്മൾ പവർ ഗിവൺ ബൈ വാട്ടർ ടു റണ്ണർ കണ്ടുപിടിക്കുന്നത്. ഇനി വർക്ക് ഡൺ പെർ സെക്കൻഡ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. വർക്ക് ഡൺ പെർ സെക്കൻഡ് നമ്മൾ കണ്ടുപിടിച്ചു, അതിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടി. വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും, പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്, റോ എ വി വൺ VW1 പ്ലസ് VW2 അല്ലേ, ഇൻറ്റു യു. ഇതിനെ എന്താ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി അല്ലേ. ഇപ്പോൾ ഇവിടെ മാസ് ഫ്ലോ റേറ്റ് ആണ് നമ്മൾ എടുക്കുക, ദാറ്റ് ഈസ് എം ഡോട്ട് ഇൻറ്റു ജി. ഈ എം ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, റോ എ വി വൺ അല്ലേ, റോ എ വി വൺ തന്നെയാണ്, ദെൻ ഇൻറ്റു ജി. സോ ഇവിടെ എന്ത് വരും, റോ എ വി വൺ ഇൻറ്റു ജി എന്ന് വരും. സോ ഈ റോ എ വി വണ്ണും ഈ റോ എ വി വണ്ണും ക്യാൻസലായി. ദെൻ ലാസ്റ്റ് റിമൈനിങ് എന്താണ്, ഈ യുവിനെ നമ്മൾ ആദ്യം എടുത്തെഴുതി യു ബൈ ജി ഇൻറ്റു VW1 പ്ലസ് VW2. ഇതാണ് എന്ത്, വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഇനി കൈനറ്റിക് എനർജി എന്തായിരിക്കും, കൈനറ്റിക് എനർജി ഓഫ് ജെറ്റ് പെർ സെക്കൻഡ് എങ്ങനെ കണ്ടുപിടിക്കുക, എന്താ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ, എം വി സ്ക്വയർ അല്ലേ. അപ്പൊ നമ്മളിവിടെ എഴുതുമ്പോൾ തരും ഹാഫ് ഇൻറ്റു ദെൻ എം എന്താണ്, നമ്മൾ മാസ് ഫ്ലോ റേറ്റ് ആണ്, എം ഡോട്ട് ഇൻറ്റു ദെൻ വെലോസിറ്റി എന്താണ്, V1 സ്ക്വയർ അല്ലെ. ഇനീഷ്യൽ വെലോസിറ്റി V1 ആണ്. സോ ഹാഫ് ഇൻറ്റു മാസ് ഫ്ലോ റേറ്റ് എന്താ, റോ ഇൻറ്റു എ ഇൻറ്റു V1 അല്ലെ, ദെൻ ഇൻറ്റു ഒരു V1 സ്ക്വയർ കൂടി വരും. സോ എഫക്റ്റീവായിട്ട് എന്ത് വരും, റോ എ V1 ക്യൂബ് എന്ന് വരും. ഇതാണ് കൈനറ്റിക് എനർജി ഓഫ് ജെറ്റ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഹൈഡ്രോളിക് എഫിഷ്യൻസി കണ്ടുപിടിക്കുകയാണ്. ഹൈഡ്രോളിക് എഫിഷ്യൻസി നമ്മൾ ഈറ്റ എച്ച് എന്നുകൊണ്ടാണ് കാണിക്കുന്നത്. സോ എന്താ ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ, റണ്ണർ പവർ ഡിവൈഡഡ് ബൈ വാട്ടർ പവർ ആണ്. ഓക്കെ, വാട്ടർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, കൈനറ്റിക് എനർജിയാണ് അല്ലേ. സോ റണ്ണർ പവർ നമ്മൾ കണ്ടെത്തിയത് എന്താണ്, റോ എ വി വൺ VW1 പ്ലസ് VW2. ഈ വാല്യൂവിന് എന്ത് ചെയ്യുക, വാട്ടർ പവർ വെച്ച് ഡിവൈഡ്. എന്താ വാട്ടർ പവർ, ഹാഫ് റോ എ V1 ക്യൂബ്. അപ്പോൾ നമുക്കിനി കോമൺ ടേംസിൽ എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. ഇവിടെ റോ എ V1 ഉണ്ട്, ഇവിടെ റോ എ V1 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ റോ എ V1ഉം ഇവിടുത്തെ മുകളിലെ റോ എ V1 നമ്മൾ ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള എന്താ V1 സ്ക്വയർ ആണ് ഉണ്ടാവുക അല്ലേ.
അതുപോലെ 2 എന്തേ മുകളിലോട്ട് പോകും. സോ 2VW1 പ്ലസ് VW2 ഡിവൈഡഡ് ബൈ, മുകളിൽ നമ്മൾ ഇക്വേഷൻ എഴുതിയപ്പോൾ ഒരു ടേം വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ ഒരു യുവിൻ്റെ ടേമിൽ നമ്മൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, ശ്രദ്ധിക്കുക, യു എഴുതണം. then ഇവിടെ എന്തുണ്ട്, റോ എ V1 ഇവിടുത്തെ റോ എ V1 ക്യൂബിലെ റോ എ V1 ക്യാൻസലായി. then എന്തുണ്ടാവും, V1 സ്ക്വയർ ഉണ്ടാവും അല്ലേ. അപ്പോൾ 2 ഇൻറ്റു VW1 പ്ലസ് VW2 ഇൻറ്റു യു ഡിവൈഡഡ് ബൈ V1 സ്ക്വയർ ഉണ്ടാവും. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 2u ഡിവൈഡഡ് ബൈ V1 സ്ക്വയർ ഇൻറ്റു എന്ത് VW1 പ്ലസ് VW2. ഇതാണെന്ത് ഹൈഡ്രോളിക് എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് VW1 VW2 വാല്യൂ നമുക്ക് ഇൻലെറ്റും ഔട്ട്ലെറ്റും വെലോസിറ്റി ട്രയാങ്കിളും നമുക്കറിയാം. സോ ആ വാല്യൂ നമുക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഈറ്റ എച്ച് ഈസ് ഈക്വൽ എന്ത് വരും, 2u V1 സ്ക്വയർ അല്ലേ. ഇനി നമുക്ക് വെലോസിറ്റി ട്രയാങ്കിൾ നോക്കാം. എന്താ VW എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതിയിട്ടുള്ളത്, VW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, V1 ഈക്വൽ ആണ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. സോ VW നമ്മൾ എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തിട്ട് V1 എന്ന് എഴുതി. പ്ലസ് നമ്മൾ VW2 എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതിയത്, ഇവിടെ VR2 cos phi മൈനസ് u എന്നാണ് എഴുതിയത്. ഓക്കെ, ആ ട്രയാങ്കിൾ ജസ്റ്റ് നോക്കുക. സോ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്തു. ഇനി നമ്മൾ പറഞ്ഞു VR2 എന്ന് പറയുന്നത് VR1 എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് VR2 എഴുതാം. VR2 എന്ന് പറയുന്നത് എന്താണ്, V1 തന്നെ, സോറി VR1 തന്നെയാണ്. VR1 നമ്മൾ എന്ത് എഴുതു, V1 മൈനസ് യു എന്ന് എഴുതിയിട്ടുണ്ട്. സോ നമ്മൾ വീണ്ടും മാറ്റി എഴുതാണ്, 2u ഡിവൈഡഡ് ബൈ V1 സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ ഇവിടെ V1 തന്നെയാണ് പ്ലസ് VR2 എന്തായി, V1 മൈനസ് യു കോസ് ഫൈ ആയി. ദെൻ മൈനസ് യു. ഓക്കെ അല്ലേ. ദെൻ ഇവിടെ V1 മൈനസ് യു ഉണ്ട്, ഇവിടെ ഒരു V1 മൈനസ് യു ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഒരുമിച്ച് എഴുതി, അതായത് 2u V1 സ്ക്വയർ. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ മൈനസ് യുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ V1 മൈനസ് യു എന്നുള്ള ടൈം ഇവിടെ ആയി. ദെൻ പ്ലസ് V1 മൈനസ് യു എന്തുണ്ട്, കോസ് ഫൈ ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, V1 മൈനസ് യുവിനെ കോമൺ ആക്കി എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം അല്ലേ. സോ എങ്ങനെ വരും, ഹൈഡ്രോളിക് എഫിഷ്യൻസി ഈറ്റ എച്ച് ഈസ് ഈക്വൽ ടു 2u V1 സ്ക്വയർ ഇൻറ്റു നമ്മളെന്താ പറഞ്ഞത്, V1 മൈനസ് യു കോമൺ ആക്കി എടുക്കുക അല്ലേ. അപ്പോൾ V1 മൈനസ് യു കോമൺ ആക്കി എടുത്തു. ദെൻ ബാക്കി റിമൈനിങ് എന്താണ്, 1 പ്ലസ് കോസ് ഫൈ ആണ് അല്ലേ. ഇനി നമുക്ക് മാക്സിമം ഹൈഡ്രോളിക് എഫിഷ്യൻസിന്റെ കണ്ടീഷൻ എന്താണ് നോക്കാം. മാക്സിമം ഹൈഡ്രോളിക് എഫിഷ്യൻസിനുള്ള കണ്ടീഷൻ, ഈ കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് V1, നമുക്ക് അബ്സല്യൂട്ട് വെലോസിറ്റിന്റെ ഗിവൺ വാല്യൂവിന് ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ്സ് ഓൺ യു. ഇവിടെ മാക്സിമം എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ചെയ്യുക, എന്നിട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. സോ നമ്മളിവിടെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, യുവിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം എന്താണ്, യു ആണ് എന്തിന് ഹൈഡ്രോളിക് എഫിഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ഈറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡി യു ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് മാക്സിമം എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് ഡെറിവേറ്റീവ് കാണുക വിത്ത് റെസ്പെക്ട് എന്ത്, യു, എന്തിന്റെ, ഹൈഡ്രോളിക് എഫിഷ്യൻസിന്റെ. സോ ഡി ഓഫ് ഈറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡി യു ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ദെൻ എന്താണ് ഈറ്റ എച്ച്, നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ബൈ ഡി യു ഓഫ് എന്ത് വരും, മുകളിലെ വാല്യൂ 2u V1 സ്ക്വയർ. ദെൻ എന്താണ് കോമൺ ആയിട്ടുള്ളത്, V1 മൈനസ് യു. ദെൻ 1 പ്ലസ് കോസ് ഫൈ ഈക്വൽ ടു 0. സോ നമ്മൾ യുവിന് വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 1 പ്ലസ് കോസ് ഫൈയും അതുപോലെ തന്നെ V1 സ്ക്വയർ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് എടുത്തു. ദാറ്റ് ഈസ് 1 പ്ലസ് കോസ് ഫൈ ഡിവൈഡഡ് ബൈ V1 സ്ക്വയർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് വിത്ത് റെസ്പെക്ട് ടു യുവിനെ പറയുന്ന സമയത്ത്. ബാക്കിയുള്ള എന്താണ്, ഡി ബൈ ഡി യു ഓഫ് റിമൈനിങ് എന്താണ് 2u ദെൻ V1 മൈനസ് യു അല്ലേ, 2u
v1 മൈനസ് യു. ഇതാണ് റിമൈനിങ് ആയിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം എന്ത് വരും? 1 പ്ലസ് കോസ് 5 ഡിവൈഡഡ് ബൈ v1 സ്ക്വയർ. ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്? ഇതിനുള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എന്ത് വരും? 2u v1 മൈനസ് 2u സ്ക്വയർ വരും. ഈക്വേറ്റ് എന്താണ്? 0 ആണ് കേട്ടോ. അപ്പോൾ 1 പ്ലസ് കോസ് 5 ഡിവൈഡഡ് ബൈ v1 സ്ക്വയർ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2u v1നെ വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താവും? 2v1 ആവും അല്ലേ? 2v1 മൈനസ് ദെൻ 2u സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 എന്നുള്ളത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ദെൻ ഡി ബൈ ഡി ഓഫ് യു സ്ക്വയർ എന്ന് എന്താണ്? 2u ആണ്. ഓക്കെ, ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിഞ്ഞു. ഈക്വൽ ടു 0. നമുക്ക് എന്നിട്ട് 1 പ്ലസ് കോസ് 5 ഡിവൈഡഡ് ബൈ v1 സ്ക്വയർ ബ്രാക്കറ്റിൽ എന്ത് വരും? 2v1 മൈനസ് 4u ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇതിനടുത്ത് എന്താണ്? ഒന്നെങ്കിൽ ഈ ഒരു ടേം എന്താവണം? 0 ആവണം, അല്ലെങ്കിൽ ഈ ഒരു ടേം എന്താവണം? 0 ആവണം. നമുക്കറിയാം ഇതെന്താണ്? കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ ഇതാണ് എന്ത്? 0 ആവേണ്ടത്. എന്നാലും നമുക്ക് എന്താ ഉള്ളൂ? ഒരു കോൺസ്റ്റന്റ് വാല്യൂവിനെ 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടും. ശരിയാണ്. സോ 2v1 മൈനസ് 4u ഈക്വൽ ടു എന്ത്? 0 എന്ന് വരും. വിച്ച് ഇംപ്ലൈസ് u എന്ന് പറയുന്നത് എന്താണോ? v1 ബൈ 2 ആവണം. ഇതാണ് മാക്സിമം എഫിഷ്യൻസി കിട്ടാനുള്ള കണ്ടീഷൻ. ഓക്കെ, ഈ കണ്ടീഷൻ നമ്മൾ ഇനി എവിടെ അപ്ലൈ ചെയ്യണം? ഹൈഡ്രോളിക് എഫിഷ്യൻസിന്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. എന്താണ് ഇക്വേഷൻ? ഈറ്റ എച്ച് ഇസ് ഈക്വൽ ടു 2u v1 മൈനസ് u 1 പ്ലസ് കോസ് 5 ഡിവൈഡഡ് ബൈ v1 സ്ക്വയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? യു കാണുന്നിടത്തേക്ക് എന്ത് ചെയ്യുക? v1 ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 2 ഇൻറ്റു v1 ബൈ 2. ദെൻ ഇവിടെ എന്ത് വരും? v1 മൈനസ് v1 ബൈ 2. ദെൻ 1 പ്ലസ് കോസ് 5 അതുപോലെ ഉണ്ടാവും. 1 പ്ലസ് കോസ് 5. ദെൻ താഴെ എന്താണ്? v1 സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ ഈ 2ഉം ക്യാൻസൽ ആയി. ഇവിടെ എന്താ ഉള്ളത്? പിന്നെ v1 ആണ്. v1 മൈനസ് v1 ബൈ 2 ഒന്നിന് അര പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അര ഉണ്ടാവും. ദാറ്റ് ഈസ് v1 മൈനസ് v1 ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v1 ബൈ 2. സോ v1 ഇൻറ്റു v1 ബൈ 2 1 പ്ലസ് കോസ് 5 ഡിവൈഡഡ് ബൈ v1 സ്ക്വയർ. ഈ v1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ v1 സ്ക്വയർ ആയി. ദെൻ 1 പ്ലസ് കോസ് 5 ദെൻ ഡിവൈഡഡ് ബൈ എന്ത് വരും? 2v1 സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഈ v1 സ്ക്വയറും ഈ v1 സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ലാസ്റ്റ് എന്ത് വരും? ഹൈഡ്രോളിക് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 5 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സോ ഇതാണ് ഹൈഡ്രോളിക് എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇതെന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരും. ഇനി നമുക്ക് പെൽട്ടൺ വീലിന്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതാണ് പറയുന്നത്. ദാറ്റ് ഈസ് പോയിന്റ്സ് ടു റിമെമ്പർ. ഈ കാര്യങ്ങളൂടെ അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പെൽട്ടൺ വീൽ വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് റേഷ്യോ. സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്യുക 5 എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. 5 ഇസ് ഈക്വൽ ടു u ബൈ v1. അതായത് വെയിനിന്റെ വെലോസിറ്റിനെ അബ്സല്യൂട്ട് വെലോസിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇത് സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത്. സോ v1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് v1 എന്ന് നമ്മൾ കണ്ടുപിടിക്കാം? √2gh ആണ് അല്ലെ അബ്സല്യൂട്ട് വെലോസിറ്റി. cv 1 ആവുന്ന സമയത്താണത്. അല്ലെങ്കിൽ നമ്മൾ cv വെച്ച് എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? യു കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ യു കണ്ടുപിടിക്കുക 5 ഇൻറ്റു v1 എന്നാണ് യുവിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് 5ന്റെ വാല്യൂ v1ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റി. എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? യു കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ വെലോസിറ്റി ഓഫ് വീൽ നമുക്ക് ചിലപ്പോൾ തരില്ല, അല്ലെങ്കിൽ പെൽട്ടൺ വീൽ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി വെയിനിന്റെ വെലോസിറ്റി നമുക്ക് തരില്ല. അത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു റിലേഷൻ വെച്ച് കണ്ടുപിടിക്കേണ്ടി വരും. സോ നമുക്ക് സ്പീഡ് റേഷ്യോ അറിയണം. സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ തരാത്ത കേസിൽ നമ്മൾ എന്തെടുക്കണം? 165 ഡിഗ്രി എടുക്കണം. ദാറ്റ് ഈസ് ഇഫ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഈസ് നോട്ട് ഗിവൺ, തന്നിട്ടില്ലെങ്കിൽ
ടേക്ക് അല്ലെങ്കിൽ അസ്യൂം ഇറ്റ് ആസ് 165 ഡിഗ്രി നമ്മൾ എടുക്കുക. ദെൻ തേർഡ് വൺ ആണ് ജെറ്റ് റേഷ്യോ. എന്താണ് ജെറ്റ് റേഷ്യോ? ജെറ്റ് റേഷ്യോ നമ്മൾ നോട്ട് ചെയ്യുക, എം എന്നുള്ള സ്മോൾ ലെറ്റർ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. വീലിന്റെ ഡയമീറ്ററിനെ ജെറ്റിന്റെ ഡയമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? ജെറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, വീലിന്റെ ഡയമീറ്ററിനെ ജെറ്റിന്റെ ഡയമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? ജെറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് നെക്സ്റ്റ് വൺ ആണ് നമ്പർ ഓഫ് ബക്കറ്റ്സ് ഓൺ എ റണ്ണർ. റണ്ണറിന് മുകളിലുള്ള ബക്കറ്റുകളുടെ എണ്ണം, എത്ര ബക്കറ്റുകൾ നമ്മൾ റണ്ണറിന്റെ പെരിഫറയിൽ കൊടുക്കണം എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുക. സെഡ് എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ്. സെഡ് ഈസ് ഈക്വൽ ടു 15 പ്ലസ് 15 ആണ്, 15 പ്ലസ് ഡി ബൈ 2d. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 15 പ്ലസ് ഡി ബൈ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എം ആണ് അല്ലേ? അപ്പോൾ എം ബൈ 2 എന്ന് എഴുതാം. 1/2 എന്ന് നമുക്ക് 0.5 എഴുതാം. സോ 15 പ്ലസ് 0.5 എം സെഡ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ബക്കറ്റ് ഓൺ എ റണ്ണർ. റണ്ണറിന് മുകളിൽ കൊടുക്കേണ്ട ബക്കറ്റിന്റെ എണ്ണം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജെറ്റ്. അതായത് നമുക്ക് എത്ര ജെറ്റുകൾ ഒരു പെൽട്ടൺ വീലിൽ കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത്. നമ്മൾ ഹൊറിസോണ്ടൽ ഷാഫ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഹൊറിസോണ്ടൽ ഷാഫ്റ്റും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഷാഫ്റ്റിലും എന്ത് ചെയ്യാം? ടർബൈൻ ഘടിപ്പിക്കാൻ പറ്റും. ഹൊറിസോണ്ടൽ ഷാഫ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് മാക്സിമം 2 എണ്ണമൊക്കെ സാധിക്കുള്ളൂ. വെർട്ടിക്കൽ ആവുന്ന സമയത്ത് നമുക്ക് 6 ജെറ്റൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? മറ്റേ ടൈം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ നമ്പർ ഓഫ് ജെറ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അതിന്റെ ഇക്വേഷൻ ആണ് ടോട്ടൽ ഡിസ്ചാർജ് ഫ്രം പെൻസ്റ്റോക്ക്. അതായത് പെൻസ്റ്റോക്കിൽ നിന്ന് വരുന്ന വാട്ടറിന്റെ ഡിസ്ചാർജിനെ, ടോട്ടൽ ഡിസ്ചാർജ് ആണ് നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം? ഒരു സിംഗിൾ ജെറ്റിലൂടെ പുറത്തു പോകുന്ന വെള്ളത്തിന്റെ ഡിസ്ചാർജ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഡിസ്ചാർജ് പെർ ജെറ്റ്. ഒരു സിംഗിൾ ജെറ്റിലൂടെ പുറത്തു പോകുന്ന ഡിസ്ചാർജ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് ജെറ്റ് കണ്ടുപിടിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഈ കാര്യങ്ങൾ കൂടി അറിഞ്ഞാൽ നമുക്ക് പെൽട്ടൺ വീലിൽ വരുന്ന പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? പെൽട്ടൺ വീലിന്റെ പ്രോബ്ലത്തിലോട്ട് കിടക്കും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്ന സമയത്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കുക. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫോഴ്സ് എക്സെട്ര കണ്ടുപിടിക്കുക എന്നുള്ളത് പറഞ്ഞു. ദെൻ വർക്ക് ഡൺ, ദെൻ പവർ, കൈനറ്റിക് എനർജി, ദെൻ ഹൈഡ്രോളിക് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഹൈഡ്രോളിക് എഫിഷ്യൻസിന്റെ മാക്സിമം കണ്ടീഷൻസും നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്തു. ദെൻ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ട് അഡീഷണൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാണ് സ്പീഡ് റേഷ്യോ. ദെൻ നമുക്ക് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ വന്നിട്ട് നമ്മൾ 165 ഡിഗ്രി എന്നുള്ള അസ്യൂം ചെയ്യാം. ദെൻ തേർഡ് വൺ ജെറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ നമ്പർ ഓഫ് ബക്കറ്റ്സ് ഓൺ എ റണ്ണർ. ലാസ്റ്റ് നമ്പർ ഓഫ് ജെറ്റ്. ഇത്രയും കാര്യങ്ങളോട് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക.